ഹലോ ഗായ്സ്, നമ്മൾ അനദർ മൈൻക്രാഫ്റ്റ് സീരീസുമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ കുറേ കാലമായി ഗായ്സ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതാ കുറേ കാലത്തിന് ശേഷം നമ്മളിതാ പുതിയൊരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും സെക്കൻഡ് പാർട്ടാണോ ഫസ്റ്റ് പാർട്ടാണോ എന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്താ ഇടാത്തതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ഞാൻ എടുത്ത് സംഭവമൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നുണ്ട് സൗണ്ട് നേടുന്നില്ല. സത്യം പറഞ്ഞാൽ മൈക്ക് അടിച്ചു ഗൈസ്. അതുകൊണ്ടല്ല ഞാൻ വെറുതെ വീഡിയോ എടുത്തു. അതുകൊണ്ട് ഞാൻ ഇന്നലെ സംഭവം നടന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഞാനത് ആ ഒരു ഭാഗത്ത് തന്നു. എവിടുന്ന് ഞാൻ അവിടെ സ്പോണായിട്ട് ഞാൻ നടന്ന് ഇങ്ങനെ രാത്രിയായിരുന്നു. ഞാൻ ഈ വേൾഡ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ രാത്രിയായിരുന്നു. ഞാൻ വേഗം ഓടി വന്ന് നോക്കുമ്പോൾ ഒരു വില്ലേജ്. ആ വില്ലേജിൽ കയറി ഞാൻ വേഗം കന്ന് റിസ്പോൺമെൻറ്റ് സെറ്റാക്കിയിട്ട് നേരെ നോക്കുമ്പോൾ രണ്ട് ബ്ലാക്ക് മിൽക്ക് കയറുമ്പം കുറച്ചായതുകൊണ്ട് രണ്ടൊന്ന് കുന്തവും കിട്ടി. പിന്നെ ഇതാ ഒരു അയൺ പിക്കാസും കുറച്ച് ഇതൊക്കെ കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് നാളത്തെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ജെറി ബ്ലോസ് മരം കണ്ടു. പിന്നെ അവിടെ നിന്ന് എന്തിലേക്ക് സെറ്റാക്കുമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. പിന്നെ ചെറിയൊരു കരപ്പൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ റെഡിക്കുള്ള ഹെഡ്ഫോൺ എന്നുള്ള ഇതല്ല, എൻ്റെ ഹെഡ്ഫോൺ അടിച്ചു പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പോയ ഹെഡ്ഫോണിൻ്റെ മൈക്ക് വെച്ച് റെഡിയാക്കുന്നതാണ്. എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുവരെ നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. വേറെ വഴിയില്ല. എൻ്റെ കയ്യിൽ നമുക്ക് പുതിയ ഹെഡ്ഫോൺ വാങ്ങണം. എനിക്ക് അതുവരെ നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ഇതാണ് നമ്മളെ പുതിയ സ്കിന്ന് കേട്ടോ. ഡീമൺ സ്ലെയർ ടാഞ്ചറോ കമാഡോ എന്ന് പറഞ്ഞ ഡീമൺ സ്ലെയറിലെ മെയിൻ ക്യാരക്ടറിൻ്റെ സ്കിന്നാണ് ടാഞ്ചറോ. അങ്ങനത്തെ ആൾക്കാർക്ക് ടാഞ്ചറെ കുറിച്ച് അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ഡീമൺ സ്ലെയർ അതായത് ആൻമി കണ്ട് വട്ടായി ഞാനിതാ ഡീമൺ സ്ലെയറിൻ്റെ ഫാനായിട്ട് നമ്മൾ സ്വന്തം ടാഞ്ചറോവിൻ്റെ സ്കിൻ എടുത്തിട്ടാണ് റെഡിക്കിന്. ഞാൻ മറ്റേ സ്കിൻ എടുക്കേണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മറ്റേ സ്കിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്കിൻ എടുത്ത് കളിക്കുന്നത്. പക്ഷേ ഈ സ്കിൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജെറി ബ്ലോസ് എന്തായാലും ഞാൻ അധികം പറഞ്ഞ് താമസിക്കുന്നില്ല. ഞാൻ അന്ന് ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടത് ഒരു ഗോസ്റ്റ് ഹണ്ടിങ് വീഡിയോ ആയിരുന്നു. എന്നാലും പിന്നെ ഞാൻ പറയുകയാണ് ഇതൊരു ഫേക്ക് മൈൻക്രാഫ്റ്റ് അല്ല, ഇത് റിയൽ മോജാക്ക് ബെഡ്റോക്ക് എഡിഷൻ മൈൻക്രാഫ്റ്റ് ആണ്. പുതിയ അപ്ഡേറ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് മറ്റേ കുഞ്ഞു മോബിൻ്റെ അപ്ഡേറ്റ് ഇല്ല, അതൊന്നും വന്നിട്ടില്ല. അതൊക്കെ ഒന്നുകൂടെ അപ്ഡേറ്റ് ആക്കണം. അതുവരെ ചെറിയ സ്റ്റക്കൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളങ്ങ് നടക്കും. എന്തായാലും ഇത് പുതിയൊരു ഫോണാണ്. അതുകൊണ്ടാണ് റിയൽ മൈൻക്രാഫ്റ്റ്. എൻ്റെ പഴയ ഫോണിൽ റിയൽ മൈൻക്രാഫ്റ്റ് ഒന്നും കളിക്കാൻ പറ്റില്ലായിരുന്നു. അതായത് ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യുക. എനിക്ക് 63 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ വീഡിയോ ഇടാത്തപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് 63 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടി പവറാക്കാൻ ഞാൻ മാക്സിമം വീഡിയോ ഇടാം. അതായത് നമ്മൾ ഇന്നത്തെ പ്ലാൻ വെച്ചാൽ ഇന്നലെ കുറച്ച് വീഡിയോ ഞാൻ ഇപ്പോൾ കുറച്ചേ കാണിച്ചുള്ളൂ ഇന്നലത്തെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലത്തെ ചെയ്ത പ്ലാൻ എന്താ വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഒരു അയൺ ഫാം, ഒരു ബ്രീഡർ, പിന്നെ വീട്. ഫസ്റ്റ് എൻ്റെ പ്ലാൻ വെച്ചാൽ ഒരു അയൺ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് ഒരു ഇതുണ്ടാക്കും. ട്രേഡിങ് ഹാൾ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് അയൺ ഫാം ഉണ്ടാക്കിയിട്ട് ട്രേഡിങ് ഹാൾ എന്നുവെച്ചാൽ അയൺ ഫാം ബ്രീഡറിൽ നിന്ന് വില്ലേജസിനെടുത്ത് അയൺ ഫാമിങ് ചെയ്ത് അയൺ ഫാമിൽ നിന്ന് വില്ലേജസിനെടുത്ത് അയണൊക്കെ ഒപ്പിച്ച് പിന്നെ ബ്രീഡറിൽ ഒന്നുകൂടി വില്ലേജിനെടുത്ത് ട്രേഡിങ് ഹാളിലേക്ക് ആക്കാനാണ് എൻ്റെ പ്ലാൻ. ഇങ്ങനെയാണ് നമുക്ക് ഡയമണ്ട് ഒന്നും മൈൻ ചെയ്യാൻ പോകണ്ട. പക്ഷേ ഡയമണ്ട് എന്തായാലും മൈൻ ചെയ്യണമെന്ന് വെച്ചാൽ പുതിയ അപ്ഡേറ്റ് നെതറായിട്ട് ആക്കണമെങ്കിൽ ഡയമണ്ട് നമുക്ക് കുറേ വേണം. അതിനൊക്കെ കുറേ നമുക്ക് ഉണ്ടാക്കിയ ഡയമണ്ടിൻ്റെ ക്യാഷുണ്ട്. അല്ല ഞാൻ ആദ്യം പറഞ്ഞ് താമസിക്കില്ല. നമുക്ക് നേരെ ഞാൻ പ്ലാനൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് ബാക്കി ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ കുറച്ച് വീറ്റൊക്കെ ഉണ്ട്. ആ വീറ്റൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഗായ്സ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കേൾക്കാണ്ടിരിക്കത്തൊന്നുമില്ല. മൈക്ക് കുഴപ്പമൊന്നുമില്ല മൈക്കിന്. പക്ഷേ ചെറിയൊരു കരകരപ്പുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ലാഗുണ്ട്, അതൊക്കെ നിങ്ങൾ സഹിക്കുക. ഇത് അവിടെയായിട്ടാണ് വീട്ടുണ്ട്. നമുക്ക് വീറ്റ് പോയി പൊട്ടിച്ചെടുക്കാം. ഫുള്ള് വീട്ടിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടിയതാ 22 വീറ്റ്. നമുക്കതിൽ അത് മുഴുവൻ ബ്രെഡാക്കാം. നമുക്ക് കുറച്ച് കുതിരയൊക്കെ വേണ്ടേ. പിന്നെ പുതിയ അപ്ഡേറ്റ് നമുക്ക് സാഡൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഇതിൻ്റെ സുധിയാണ് റോക്കറ്റ് പോലെ നമുക്ക് പറപ്പിക്കണം കുതിരേനെ കൊണ്ട്. പിന്നെ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് ഞാൻ കൂടുതലും എന്തുവാകുമല്ല അങ്ങനെ ആകും. ഇത്രയും ബ്രെഡ് ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് വേറെ എന്തൊക്കെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഈ കുഞ്ഞു മോബില്ല അതിനൊക്കെ അപ്ഡേറ്റിന് വ്യത്യാസമുണ്ട്.
കേട്ടോ, അതൊക്കെയാണ് വ്യത്യാസം. പിന്നെ ഞാൻ സോറി പറയണ ഗൈസ്, എനിക്ക് ഹെഡ്ഫോണിൻ്റെ പറഞ്ഞുള്ളത് തന്നെ എത്രത്തോളം ഞാൻ ക്ലിയർ ആയിട്ട് കേൾക്കുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഇപ്പോൾ സോറി പറയാണ്. നിങ്ങൾ കുറച്ചാളും കൂടി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ സൗണ്ട് പോയി വെച്ച് പ്ലീസ് നിങ്ങളെ ഇട്ടിട്ട് പോയത് ഗൈസ്. എനിക്ക് ആകെയുള്ള സബ്സ്ക്രൈബേഴ്സ് 63. അത് ഇച്ചിരി കൂടി എനിക്ക് സപ്പോർട്ടാക്കണം. നമ്മളെ പ്ലാൻ നാളെ ആകുമ്പോഴത്തേനും ഒരു ബ്രീഡർ സെറ്റാക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ ബ്രീഡർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സോംബികൾ, എനിക്ക് സ്വിച്ച് മറപ്പി സോംബി പെട്ടെന്ന് തന്നെ ബ്രീഡർ ആക്കണം. അല്ലെങ്കിൽ ഇവന്മാർ സോംബിൻ്റെ അടി കൊണ്ട് സ്വന്തം ചാവും. സ്വന്തം സോംബിനെ കൂട്ടി ചെന്നിട്ട് ഇവന്മാർ ചത്തോളെ. പിന്നെ ഏതാ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കുകയാണെങ്കിൽ 2 വില്ലേജിന് മാത്രം മതിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വേഗം തന്നെ ബ്രീഡർ ആകാം. നമ്മൾക്ക് എന്തായാലും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. ഷുഗർ കേൻ, മഴ തുടങ്ങി ഗൈസ്. ഈ മഴയാകുമ്പോൾ ഇച്ചിരി കൂടി ലാഗ് കൂടും, അതാണ് മെയിൻ പറഞ്ഞത്. പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, ടാഞ്ചറോയിൻ്റെ ഈ സ്കിൻ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, സോറി കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പിന്നെ പറയണത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന അത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എന്നെ കുറിച്ച് ആക്കുക. എന്തായാലും ഗൈസ് ഞാൻ പിന്നെ ആക്കുക ഗൈസ്. നമ്മൾ ഈ വീട്ടിലാണ് നമ്മൾ ഇന്നത്തെ, നമുക്ക് കുറച്ച് ചെസ്റ്റ്, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ക്രാഫ്റ്റ് ടേബിൾ വെച്ചിട്ട് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ 2 ഡബിൾ ചെസ്റ്റ് ആവും ഗൈസ്. കൃത്യ ചെസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു കേട്ടോ, കൃത്യ ചെസ്റ്റ് കഴിഞ്ഞു. മോനെ ചിന്തിക്കത്, ഞാനിപ്പോൾ ചെസ്റ്റ് തുറന്നു നോക്കുന്ന കേട്ടോ. ഇത് ഇവിടെ ഇരിക്കും കേട്ടോ, നമുക്ക് ഇതവിടെ കൊണ്ടുപോകാം. സ്റ്റോൺ അങ്ങോട്ട് നോക്കാം. നമുക്കൊരു ഷീൽഡ് എന്തായാലും ഉണ്ടാക്കണം. എത്ര മിനിറ്റ് ആയി നോക്കട്ടെ വീട്. 7 മിനിറ്റ് ആയതുള്ളൂ കഴിച്ചു. നമുക്ക് ഇച്ചിരി കൂടി നമുക്ക് ചെന്നിട്ട് ഇച്ചിരി കൂടി മരമൊക്കെ വെട്ടിയിട്ടല്ല. പിക്കാസ് കയ്യിരിക്കട്ടെ, കുന്തവും കയ്യിരിക്കട്ടെ. കൂടി ഇച്ചിരി കൂടി മരം വെട്ടിട്ട് ഉറങ്ങാൻ സമയമായോ? ഉറങ്ങാൻ സമയമാക്കില്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയി ഇച്ചിരി കൂടി മരം വെട്ടിക്കൊണ്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ്. പിന്നെ ഞാൻ പുതിയൊരു ഗെയിം കളിക്കാൻ തുടങ്ങി, മിനിമിഷൻ. ആ സാധനമില്ല, മറ്റേ വെടിവെപ്പിൻ്റെ ഗെയിം. അത് ഞാൻ അത്യാവശ്യം പ്രോ ആണ്. ഞാൻ അതിനെക്കുറിച്ച് കളിക്കാനൊക്കെ തുടങ്ങി. ഞാനത് കളിക്കണമെന്ന് എനിക്കറിയത്തില്ല. കളിച്ച് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇടാം. ഞാൻ വലിയ പ്രോ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു പ്രോ ആണ്. എന്തായാലും നിങ്ങൾ സൗണ്ട്, പിന്നെ ഞാൻ പറയുന്ന സൗണ്ട് എനിക്ക് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ മാക്സിമം സഹിച്ചു കേട്ടോ. ഈ അടുത്ത് തന്നെ ഫോറസ്റ്റ് വേണമായിരുന്നു, എന്നാൽ ഇച്ചിരി സുഖമാണ്. നമുക്ക് ആ മലേൻ്റെ മണ്ടയ്ക്ക് പിന്നെ കയറി പോവാം. അവിടെ ഒരു കുഞ്ഞു മരം ഉണ്ട്, ആ കുഞ്ഞു മരം വെട്ടുക. നമ്മളെ വില്ലേജും പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് എങ്ങാനും ഡെഡായി പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹാർഡ് കോർ വേൾഡ് എനിക്ക് തുടങ്ങണമെന്നുണ്ട്. പക്ഷെ ഹാർഡ് കോർ വേൾഡ് ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ നോക്കും. അപ്പോൾ പിന്നെ ഹാർഡ് കോർ വേൾഡിൻ്റെ കാര്യം പറയണം. പക്ഷെ ഞാൻ ഇതിലൂടെ മരിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത്, ഈ വേൾഡിൽ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് പെറ്റിനൊക്കെ ആക്കണം. നമുക്ക് പിന്നെ കുറച്ച് വൂൾ ഫാമൊക്കെ ആക്കണം. എന്നുവെച്ചാൽ ഹാൻഡ് ഫാം ഉണ്ടാക്കുന്ന കുറേ ബെഡിൻ്റെ ആവശ്യമുണ്ട്. പൊട്ട ഇനി എന്തിനാണ് ഇതിൻ്റെ അകത്ത് കുടുങ്ങിയേ? ഈ ഉമ്മാരൊക്കെ കാര്യം. അതല്ലേ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. എൻ്റെ മൈക്കിന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുകയെന്ന് വെച്ചാൽ അങ്ങനെ ഫോണിൽ കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, മൈക്ക് തന്നെ വേണം. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചങ്ങ് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ഇച്ചിരി കുറച്ചുള്ളായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുള്ളൂ. എന്ന് വെച്ചാൽ മെയിൻ വീഡിയോ ഇനി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ ഈ വേൾഡിൽ. ഞാൻ ഈ വേൾഡ് ഉറപ്പാണ്, ഞാൻ ഡ്രാഗനെ കൊല്ലുന്നിടം വരെ എത്തിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പറ്റുന്നത്രയും ഞാൻ എത്തിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ് ചെയ്ത് പവറാക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ഇനി കുറേ കാര്യങ്ങളായിട്ട് കളിക്കുള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര എല്ലായിരുന്നു. ഓക്കെ ഗായ്സ്, ബൈ.